സ്റ്റാർട്ട് ചെയ്ത മുതൽ വിചാരിക്കുന്നതായിരുന്നു ഒരു ഇഫ്താർ വ്ളോഗായിട്ടൊരു വ്ളോഗ് എടുക്കണം എന്നുള്ളത്. പക്ഷേങ്കിൽ ഇത്രയും ദിവസം നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നത്തെ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അന്ന് നമ്മുടെ വീട്ടിൽ നോമ്പ് സൽക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അത് ഫുൾ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഫുൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഹറിബറി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന കാര്യം ഞാനും മറന്നുപോയി. പിന്നെ ആകെ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം എടുത്താണ് ഈ ഒരു വ്ളോഗ്. ഞാനൊരു 4:30 ആ ഒരു ടൈം തൊട്ട് എടുത്താണ്. അത് രാവിലെ തൊട്ട് എടുത്ത വ്ളോഗൊന്നുമല്ല. അപ്പോൾ ഒരു ഇഫ്താർ പ്രിപ്പറേഷൻ്റെ ടൈമിലെടുത്ത ഒരു വ്ളോഗാണ്. അപ്പോൾ ഈ ദിവസം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും നോമ്പ് സൽക്കാരുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കും പ്രഗ്നൻസി ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ ഒന്നും പോകാനൊന്നും പറ്റുന്നില്ല. ഓരോരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയല്ല. അപ്പോൾ ആ ദിവസം ഞാനും എൻ്റെ അനിയനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മുന്നത്തെ ദിവസം വീട്ടിൽ നോമ്പ് സൽക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഐറ്റംസ് എല്ലാം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം കുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. കാരണം നമുക്ക് അധികം അങ്ങോട്ട് കുക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ ഞാനൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് പാലൂത എന്നാണ്. യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നോമ്പിന് 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് വേണ്ടത് പാല്, ക്യാരറ്റ്, പിന്നെ നെയ്യ്. ഇത്ര ഐറ്റംസ് ആണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ അതിലേക്കൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുറുകി വരാനായിട്ടാണ് കേട്ടോ. പിന്നെ ആ ഒരു ക്യാരറ്റ് വേവാൻ എടുക്കുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ ഇന്നലെയുള്ള സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നോമ്പ് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ എണ്ണക്കടിയൊക്കെ എടുത്ത് കഴിക്കുന്നത് ഒഴിവാക്കട്ടോ. കാരണം ഫസ്റ്റ് തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. അങ്ങനെ ആകുമ്പം അത് വല്ലാണ്ട് അങ്ങോട്ട് നമുക്ക് ക്ഷീണം തോന്നിക്കില്ല കേട്ടോ. ഇപ്രാവശ്യം നോമ്പിന് ഞാൻ അധികം അങ്ങനെ എണ്ണക്കടിയൊന്നും കഴിക്കലുണ്ടായിരുന്നില്ല. ഒന്നാമത് പ്രഗ്നൻറ്റും കൂടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഡെയിലി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രശ്നം പറയേണ്ടി വരില്ല. ഇപ്രാവശ്യം കുറവാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കട്ട്ലറ്റും കൂടെ ഉണ്ട്. 2 കട്ട്ലറ്റ് തന്നെ ഉള്ളൂ. അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് അതിൽ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഷുഗറും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ല ചെറു ചൂടോടെയാണ് കുടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം. ഞാൻ അപ്പോൾ ഇത് തണുപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം ജ്യൂസ് അടിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചെറു ചൂടിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിൽ വേണമെന്നുണ്ടെങ്കിൽ കസ്കസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ ചൂടാക്കി എടുത്ത കട്ട്ലറ്റും സമോസയും ഒരു പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പം ജ്യൂസ് അടിക്കേണ്ട ടൈമാണ്. അപ്പോൾ ജ്യൂസ് അടിക്കുക, എന്ത് ജ്യൂസ് അടിക്കണം എന്നിങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം നിന്ന് പിന്നെ പൈനാപ്പിൾ കണ്ടപ്പം അതെടുത്ത് അടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന കുറച്ചൊരു ടാസ്ക്കാണ് കേട്ടോ. അതിൻ്റെ തൊലി കളയൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതൊക്കെ കട്ടാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജ്യൂസാക്കി എടുക്കാം. ഈ നോമ്പിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഫ്രഷിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വത്തക്കൻ്റെ ജ്യൂസാണ് കേട്ടോ. അത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം, ഒരു ദാഹം മാറുന്നൊരു ഫീലൊക്കെയാണ് കേട്ടോ. അതെല്ലാ നോമ്പിനും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത പൈനാപ്പിളിനെ കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്ലേറ്റിൽ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വത്തക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കും. പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുന്തിരിയാണ് കേട്ടോ. ഇനി ആ ഒരു നോമ്പിൻ്റെ ഒരു 5 മിനിറ്റ് ബാക്കി ഉണ്ടാകുമ്പോഴായിരിക്കും തകൃതിയായിട്ട് നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്യുന്ന പണി. അതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊന്നും പെട്ടെന്ന് ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് ആകെ 2 പേരല്ലേ ഉള്ളൂ. അവന് പള്ളിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടേ ഇതൊക്കെ കഴിക്കുള്ളൂ.
അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. എനിക്ക് ആവശ്യമുള്ള ജ്യൂസും പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഡ്രിങ്കില്ലേ അത് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡേറ്റ്സ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഡേറ്റ്സിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിനല്ല അല്ലാത്ത ടൈമിലും എനിക്ക് ഡേറ്റ്സിനകത്ത് എന്തെങ്കിലും ഒരു നട്ട് വെച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പായിരിക്കും. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാക്കി എടുക്കണം. കാണുമ്പം എല്ലാം ഒരുമിച്ച് കഴിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ എങ്കിൽ ഒരു കുറച്ച് 2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും സംഭവം വയറ് ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. എന്നാലും കുറച്ചൊക്കെ എടുത്ത് കഴിക്കും. അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാവട്ടെ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കാരം ഓതുന്ന പരിപാടിയൊക്കെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ടായിരുന്നു കേട്ടോ. സാധാരണ വീഡിയോ എടുക്കാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ എല്ലാം കിച്ചണെല്ലാം സെറ്റാക്കാറുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയപ്പം ഇത് ബാക്കി ഒന്നായിരുന്നു. അപ്പം ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 9 മണി 9:30 ആ ഒരു ടൈമിലാണ്. ഇന്ന് കാര്യമായിട്ട് വിശപ്പുണ്ടായില്ല കേട്ടോ. എണ്ണക്കട കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, വിശപ്പ് വല്ലാണ്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കേണ്ടത് വിചാരിച്ചിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഒരു റമദാൻ വ്ളോഗാണ്, ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കാൻ നിൽക്കണ്ട. പിന്നെ നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.